നിയമസഭയിൽ പച്ചക്കള്ളം പറഞ്ഞ് ആരോഗ്യമന്ത്രി വീണ ജോർജ് 2023-24 സാമ്പത്തിക വർഷത്തിൽ NHMന് പണം നൽകിയില്ലെന്ന ആരോഗ്യമന്ത്രിയുടെ വാദങ്ങൾ പൊളിയുന്നു. ഇക്കാലയളവിൽ മാത്രം കേന്ദ്രം നൽകിയത് 400 കോടിക്ക് മുകളിലാണ്. രേഖകൾ ജനം ടിവിക്ക്. ആശാവർക്കർമാർക്കുൾപ്പെടെയാണ് കേന്ദ്ര സർക്കാർ പണം നൽകിയത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക, കുടിശ്ശിക തീർക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമുഖത്താണ്. ആരോഗ്യമന്ത്രിയുമായി നേതാക്കൾ ചർച്ച നടത്തിയെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് സർക്കാർ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, സമരത്തെ അധിക്ഷേപിക്കുന്ന സമീപനമായിരുന്നു CIT ഉൾപ്പെടെ സ്വീകരിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രശ്നത്തിൽ നേരിട്ട് ഇടപെട്ടതോടെയാണ് വിഷയം കേന്ദ്ര സർക്കാരിന് മുന്നിലേക്കെത്തുന്നത്. NHM ഗ്രാന്റുകൾ കേരളത്തിന് കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതേസമയം കേന്ദ്രം പണം തരുന്നില്ലെന്ന നിലപാടായിരുന്നു തുടർന്നും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഇതോടെ 1 രൂപ പോലും കേരളത്തിന് കുടിശ്ശിക വരുത്തിയിട്ടില്ലെന്നും കേരളം കൃത്യമായ രേഖകൾ സമർപ്പിക്കുന്നില്ലെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി തന്നെ രാജ്യസഭയിൽ വ്യക്തമാക്കി. എന്നാൽ കേന്ദ്ര സർക്കാർ 2023-24 സാമ്പത്തിക വർഷം പണം നൽകിയില്ലെന്നായിരുന്നു ഇതിന് മന്ത്രി വീണ ജോർജിന്റെ നിയമസഭയിലെ മറുപടി. വീണ ജോർജിന്റെ വാദങ്ങൾ കള്ളമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ രേഖകൾ. 2023-24 സർക്കാർ തന്നെ പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം 371 കോടി 20 ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാർ NHM ഫണ്ടിലേക്ക് നൽകിയത്. ഇതിൽ സംസ്ഥാന വിഹിതം അനുവദിക്കണമെന്ന് NHM ഡയറക്ടർ ആവശ്യപ്പെട്ടപ്പോൾ ആശാവർക്കർമാർക്ക് നൽകിയ ഓണറേറിയമായ 50 കോടി സംസ്ഥാന സർക്കാർ കുറവ് വരുത്തുകയും ചെയ്തു. തുടർന്നും NHM ഗ്രാന്റായി കേരളത്തിന് 31 കോടി അതേ സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സർക്കാർ നൽകി. അതായത് 1 രൂപ പോലും കിട്ടിയില്ലെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞ അതേ സാമ്പത്തിക വർഷം തന്നെ 400 കോടിക്ക് മുകളിൽ കേന്ദ്രം കൈമാറിയെന്ന് ഈ രേഖകൾ തെളിയിക്കുന്നു. ഈ തുക ലഭിച്ചതിന് ശേഷമാണ് ആശാവർക്കർമാർക്ക് സംസ്ഥാനം പണം നൽകിയത്. വസ്തുത ഇതായിരിക്കെ നിയമസഭയെ ആരോഗ്യമന്ത്രി മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.